ശബരിമലയിൽ എന്താ ചെയ്തത്? 3 CPM നേതാക്കന്മാർ ഇപ്പോഴും ജയിലിൽ കിടക്കുക. ഏത്? അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്. എന്തൊരു അഭിമാനമാണെന്നറിയാമോ CPM-ന്? കോടതി പറഞ്ഞെന്താ? അയ്യപ്പന്റെ സ്വർണം മാത്രമല്ല, ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ അതിമനോഹരമായ ദ്വാരപാലക ശില്പം ഈ CPM നേതാക്കൾ എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. അയാളെ പറ്റിച്ചു. അയാളോട് പറഞ്ഞില്ല ഇത് കള്ള മുതലാണെന്ന്. അല്ല മേടിക്കോ? കോടതി പറയാ 2019 കളവ് തുടങ്ങിയതാ. ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും. 2024 ആയപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയും ഒന്നും കൂടി പൂശണമെന്ന്. ഒന്നും കൂടി കക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോഴാണ് കോടതി ഇടപെട്ടത്. ഞാൻ കരുതുന്നത് സാക്ഷാൽ അയ്യപ്പൻ ഇടപെട്ടെന്നാണ്. അയ്യപ്പന് മനസ്സിലായി പോക്ക് പോയ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി ഇവന്മാരെ അടിച്ചു മാറ്റിയ. അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ സാക്ഷാൽ പിണറായി വിജയന് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി. ഞങ്ങൾ തന്നെ ഞെട്ടി. ഇതെന്താണിത്? ആഗോള അയ്യപ്പ സംഗമം. ഇപ്പോഴാ മനസ്സിലായത്. കണക്ക് ചേരുന്നില്ല. കണക്ക് 600 പേര് പങ്കെടുത്ത പരിപാടിയിലെ ചെലവെത്തരം തരികയാണ് 12 കോടി. 600 പേര് പങ്കെടുത്ത പരിപാടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് 3000 പേര് കഴിച്ചു. അതെങ്ങനെ? 4000 പേര് ലഞ്ച് കഴിച്ചു. 5000 പേര് അത്താഴം കഴിച്ചു. അവിടെ കൊണ്ടുവന്ന കിടക്ക വരെ അടിച്ചു മാറ്റി. നന്ദഗോപ ഭജന സംഘം ഗാനമേള നടത്തി 8 ലക്ഷം രൂപ. അവര് പറഞ്ഞ അവരാ പരിസരത്തേക്ക് പോയിട്ടില്ല. കള്ളക്കണക്കാണ്. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, ബാബു പ്രസാദിനോടൊക്കെ. നമ്മുടെ കൊല്ലത്ത് കോർപ്പറേഷനിൽ CPM ഭരിക്കും. ഇപ്പൊ നമ്മളാ ഭരിക്കുന്നത്. അവരൊരു ഫെസ്റ്റിവൽ നടത്തി. അതിനൊരു കുതിരയെ കൊണ്ടുവന്നൊരു കണക്കുണ്ടാക്കി. കുതിരയെ വാഹനത്തിലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ വൗച്ചർ എഴുതിയെടുക്കണം. വൗച്ചർ എഴുതി കണക്ക്. എന്നിട്ട് ആ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പർ എഴുതി വൗച്ചറിൽ. അവസാനം ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോ കുതിരയെ കൊണ്ടുവന്ന വാഹനം ഏതായിരുന്നു അറിയാം? മാരുതി 800. മാരുതി 800-ൽ കുതിരയെ കൊണ്ടുവന്ന വില്ലന്മാരാണ് ഈ അയ്യപ്പന്റെ ആഗോള സംഗമത്തിലും പൈസ അടിച്ചു മാറ്റിയത്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവരുടെ പ്രഖ്യാപനങ്ങൾക്ക് ഒരു വിലയുമില്ല. 2021-ൽ ഇവര് പറഞ്ഞു ഞങ്ങൾ വന്നാൽ 1200 രൂപയുടെ പെൻഷൻ 2500 ആക്കും. പറഞ്ഞില്ലേ? കുറെ പേര് അവർക്ക് വോട്ട് ചെയ്തു. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിക്കൊടുത്തില്ല. കൊടുത്തോ? പറ്റിച്ചു. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. മലയാളി എന്ത് ചെയ്തു? 400 രൂപ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF-ന് വോട്ട് ചെയ്തു. ശരിയല്ലേ? അപ്പൊ നമ്മുടെ മണിയാശ എവിടെന്ന് ഇടുക്കിയിൽ എല്ലാവരും തെറി വിളിക്കുന്ന പുള്ളിയുണ്ടല്ലോ, അയാൾ പറഞ്ഞു കൊള്ളരുതാത്തവന്മാര് ആരെ വോട്ടർമാരെ ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDF-ന് വോട്ട് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു സഖാവേ അവര് കൊള്ളരുതാത്തവരല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളതാ. നിങ്ങൾ 5 കൊല്ലം പെൻഷൻ കൊടുക്കാൻ വേണ്ടി 2 മാസം പെൻഷൻ കൊടുത്തുള്ളൂ. അവർക്കറിയാം അടുത്ത 5 കൊല്ലത്തെ പെൻഷൻ അവർക്ക് കൊടുക്കേണ്ടത് UDF സർക്കാരാണ് എന്ന് തിരിച്ചറിയാം. ഞാൻ അവസാനിപ്പിക്കുക. പ്രിയങ്കരനായ ശ്രീ രമേശ് പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, നിങ്ങളെ ഞാനൊരു ചുമതല ഏൽപ്പിക്കുന്നു. ഹരിപ്പാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം ഉറപ്പാണ്. അത് ആ ഉറപ്പ് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ഈ ആവേശകരമായ സ്വീകരണം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തും.